അത് പ്രത്യേകിച്ച് പടത്തിലൊന്നുമില്ല ചേട്ടാ, പറയാൻ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അവർ ഈ പറയും പോലെ ഇനി റിവ്യൂ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സ്റ്റോറി നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്. ക്ലൈമാക്സ് കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇത് കണ്ടുമടുത്ത സ്റ്റോറികളാണ്, അതുകൊണ്ടാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ധ്യാൻ ശ്രീനിവാസന്റെ വൻ തിരിച്ചു വരവാണെന്ന് പറയാം. തിരിച്ചു വരവ് അദ്ദേഹത്തിൻ്റെ ആകപ്പാടുള്ള തിരിച്ചു വന്ന ഈ സിനിമ ആയിരിക്കും. അദ്ദേഹം അത്രയ്ക്ക് കസറിയിട്ടുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ. ഈ മൂവി കണ്ടിറങ്ങിയ പടത്തിലെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല കിടിലൻ കമ്പാക്കാണ്. ലാസ്റ്റ് അങ്ങേറെ ചിരിയുണ്ട്, കമ്പാക്ക് അടിച്ചെന്നുള്ളൊരു സക്സസ് വിക്ടറി എന്നുള്ള സ്മൈലുണ്ടല്ലോ, അതേപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല മനസ്സിറങ്ങി ഇത് നല്ല പടം. ഒന്നുമില്ല ചേട്ടാ, പറയാൻ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അവർ ഈ പറയും പോലെ ഇനി റിവ്യൂ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എങ്കിലും ഈ പറയും പോലെ ഒന്നുമില്ല. ഒരു ഗ്രാമപ്രദേശത്തെ കഥയെ കൊണ്ടിട്ട് എല്ലാ ത്രില്ലർ സിനിമയിലെ കൊണ്ടുള്ള സ്ഥിരം ഫോർമുലയിൽ ഒരു ഗ്രാമം, അവിടുത്തെ കൊലപാതകം നമ്മൾ കണ്ടുമടുത്ത്. പിന്നെ ചെറിയൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വിജയിക്കുമെന്ന് വിചാരിച്ച് ഇറക്കിയതായിരിക്കാം. കോമഡീസ് ഒന്നുമില്ല, സീരിയസ് ആയിട്ട് പോകും. ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും അഭിനയമൊക്കെ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കണ്ട് ക്ലൈമാക്സ് കാണുമ്പോൾ അടുത്ത വേറെ സിനിമയിൽ അടുത്ത പാർട്ടിന് വേണ്ടി വച്ചിരിക്കുന്നതായാലും ഇപ്പോൾ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ സെക്കൻഡ് പാർട്ട്. ശരിക്കും എന്ത് ജോണറാണ് അവർ ശരിക്കും ഉദ്ദേശിച്ചത്? ത്രില്ലർ ക്രൈം സ്റ്റോറി തന്നെ, ഡിറ്റക്റ്റീവ് സ്റ്റോറി തന്നെ. പക്ഷേ സ്റ്റോറി നമ്മൾ കണ്ടുമടുത്തതാണ്. എന്താണ് ഏറ്റവും നെഗറ്റീവായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോറി നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്. ക്ലൈമാക്സ് കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇത് കണ്ടുമടുത്ത സ്റ്റോറികളാണ്, അതുകൊണ്ടാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ആക്ടിങ് ഒക്കെ അതിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ ഇത് എന്തായാലും രസകരമായിരിക്കും എന്ന് പറഞ്ഞത് കാണാൻ വന്നത്. അത് ആ പ്രതീക്ഷയൊന്നും തെറ്റിച്ചില്ല എന്ന് പറയുമ്പോൾ. ഇടയ്ക്ക് വിജയ് ബാബു അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാനിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ ധ്യാനിനെ നായകനാക്കിയിട്ട് ആകെ ഒരു പൈസ ഉണ്ടാക്കിയ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും ഇത് തിരുത്തി കുറിക്കും. ഇതിലെന്തായാലും സോഫിയ പോലെ ഈ സിനിമ വെച്ച് കാശുണ്ടാക്കും എന്ന് തന്നെയാണ് അത്. കാരണം അത്ര നന്നായിട്ട് തിരക്കഥയും ഡയറക്ഷനും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സിജുവിൻ്റെയും നമ്മുടെ ധ്യാനിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട് എല്ലാ തരത്തിലും എന്ന് പറയുമ്പോൾ. ഒരിക്കൽ പോലും യാതൊരു ലാഗുമില്ല. അത്ര എന്ന് പറയുമ്പോൾ സസ്പെൻസും ട്വിസ്റ്റും എല്ലാം കണക്ട് ചെയ്ത നല്ലൊരു മൂവിയാണ്. ശരിക്കും കോമഡിയാണോ സ്കൂപ്പാണോ? ഒന്നുമല്ല, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറെന്നോ ക്രൈം ത്രില്ലറെന്നോ ആ ഇതിൽ പെടുത്താവുന്ന സിനിമയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ തമാശകളുണ്ട്. അതെല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് വളിപ്പിക്കുന്ന തമാശയല്ല, നല്ല തമാശയുള്ള നല്ലൊരു മൂവിയാണ്. എന്തായാലും ആർക്കും വന്ന് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ രേഖാചിത്രം പോലെയോ ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ പോലെയുള്ള അത് കണ്ടിഷ്ടപ്പെട്ടവർക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടും. നല്ലൊരു മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ വൻ തിരിച്ചു വരവാണെന്ന് പറയാം. തിരിച്ചു വരവ് അദ്ദേഹത്തിൻ്റെ ആകപ്പാടുള്ള തിരിച്ചു വന്ന ഈ സിനിമ ആയിരിക്കും. അദ്ദേഹം അത്രയ്ക്ക് കസറിയിട്ടുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ. ഈ മൂവി അത്ര അതിൻ്റെ തിരക്കഥയാണ് എൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവം. എൻ്റെ തിരക്കഥയാണ്. പിന്നെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പെർഫോമൻസ് വൈസും സൂപ്പർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഫിലിം എഡിറ്റിംഗ് സൈഡായാലും കൊള്ളാം. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പടം നല്ല രസമുണ്ട്. സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊള്ളാം. അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റും. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് പോലെയൊക്കെ പറയാം. നല്ല രസമുണ്ട്. കോമഡി എന്ന് പറയാൻ പറ്റൂല, കോമഡി ഉണ്ട്, പക്ഷെ അത് ചില സ്ഥലത്ത് വർക്കാവൂല. എൻഗേജിങ് ആണ്, പക്ഷെ അത് കൂടുതൽ സീരിയസ് നമുക്ക് ഉണ്ട്. കോമഡീസ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഫുള്ളിരുന്ന് കണ്ടാലും കണക്റ്റ് ആകത്തുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് കോമഡീസാണ്. അല്ലാണ്ട് ഭയങ്കര ചിരിക്കാൻ പറ്റിയ ടൈപ്പ് അങ്ങനെയൊന്നുമില്ല. എന്നാലും കണ്ടുകൊണ്ടിരിക്കും അങ്ങനത്തെ ടൈപ്പ്. ധ്യാൻ്റെ വൻ കമ്പാക്ക് ആണോ? നല്ല കമ്പാക്കാണ്. ധ്യാൻ്റെ കണ്ടിറങ്ങിയ പടത്തിലെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല കിടിലൻ കമ്പാക്കാണ്. ലാസ്റ്റ് അങ്ങേറെ ചിരിയുണ്ട്, കമ്പാക്ക് അടിച്ചെന്നുള്ളൊരു സക്സസ് വിക്ടറി എന്നുള്ള സ്മൈലുണ്ടല്ലോ, അതേപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല മനസ്സിറങ്ങി ഇത് നല്ല പടം. നല്ല പടമായിരുന്നു. ഒരു എബോ ആവറേജ് പടമായിരുന്നു. ബേസിക്കലി എനിക്ക് ഈ ജോണർ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കോമഡി സ്പൂഫ് അങ്ങനത്തെ ആണെന്നാണല്ലോ തോന്നുന്നത്. കോമഡി ഉണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ കോമഡി ഉണ്ട്. പിന്നെ ആ ജോണർ എന്താണ്, കംപ്ലീറ്റ് ത്രില്ലർ അല്ല, ഒരു കോമഡി മിക്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ട് കണ്ടിരിക്കുക എന്നുള്ളതുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഭയങ്കര കമ്പാക്ക് ആയിരിക്കും ഇത്. എനിക്ക് പുള്ളിയെ പേഴ്സണലി ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ട് വർക്കായി പടം. നല്ല അഭിനയമാണ്. പുള്ളി ഒരു ഫ്ലോലെസ് അഭിനയമാണല്ലോ, നല്ലതാണ്. അഭിനയം നല്ലതായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളായിരുന്നു.